ടൈപ്സ് ഓഫ് ഇൻഡക്ഷൻ മോട്ടോഴ്സ്. ടൈപ്സ് ഓഫ് ഇൻഡക്ഷൻ മോട്ടോഴ്സ്. ഇൻഡക്ഷൻ മോട്ടോഴ്സിൽ എത്ര ടൈപ്സ് ഉണ്ട്? അതിൽ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നതാണ് സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സ്. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നതാണ് സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സ്. രണ്ടാമത്തേന്ന് പറയുന്നത് ഷെയ്ഡഡ് പോൾ ഇൻഡക്ഷൻ മോട്ടോഴ്സ്. ഷെയ്ഡഡ് പോൾ ഇൻഡക്ഷൻ മോട്ടോഴ്സ്. തേർഡ് എന്ന് പറയുന്നത് കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ മോട്ടോഴ്സ്. കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ മോട്ടോഴ്സ്. നാലെന്ന് പറയുന്നത് കപ്പാസിറ്റർ സ്റ്റാർട്ട് കപ്പാസിറ്റർ റൺ ഇൻഡക്ഷൻ മോട്ടോഴ്സ്. കപ്പാസിറ്റർ സ്റ്റാർട്ട് കപ്പാസിറ്റർ റൺ ഇൻഡക്ഷൻ മോട്ടോഴ്സ്. ലാസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് പെർമനന്റ് കപ്പാസിറ്റർ ഇൻഡക്ഷൻ മോട്ടോഴ്സ്. പെർമനന്റ് കപ്പാസിറ്റർ ഇൻഡക്ഷൻ മോട്ടോഴ്സ്. ഇത്രയും ടൈപ്സ് ഓഫ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇതില് among these 5 ഷെയ്ഡഡ് പോൾ ഇൻഡക്ഷൻ മോട്ടോർ മാത്രമേ ഒരു വ്യത്യാസം വരുന്നുള്ളൂ. കാരണം ഈ ഷെയ്ഡഡ് പോൾ ഇൻഡക്ഷൻ മോട്ടോറിനകത്ത് എന്തില്ല? ഓക്സിലറി വൈൻഡിങ് ഇല്ല. നോ ഓക്സിലറി windings are there in the shaded pole single phase induction motors. ഓക്കെ, അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് എന്താണെന്ന് നോക്കാം. അപ്പം ഫസ്റ്റ് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് ആണ്. സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സ്. ഇവിടെ നമ്മളൊരു സ്റ്റേറ്ററിലേക്ക് എന്ത് കൊടുക്കുന്നു? സിംഗിൾ ഫേസ് AC സപ്ലൈ കൊടുക്കുന്നു. ഇവിടെ എന്തുണ്ട്? ഒരു മെയിൻ വൈൻഡിങ്ങും ഉണ്ട്, ഒരു ഓക്സിലറി വൈൻഡിങ്ങും ഉണ്ട്. ഇവിടെ ഓക്സിലറി വൈൻഡിങ് കാണിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും എന്തെന്ന് പറയുന്നത്? മെയിൻ വൈൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ സിംഗിൾ ഫേസ് AC സപ്ലൈ നമ്മൾ എങ്ങോട്ടാ കൊടുക്കുന്നത്? ഇങ്ങോട്ടാ കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ കൊടുക്കുന്ന കറണ്ട് ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അതായത് മെയിൻ വൈൻഡിങ്ങിൽ കൂടെ പോകുന്ന കറണ്ട് IM-ഉം ഓക്സിലറി വൈൻഡിങ്ങിൽ കൂടെ പോകുന്ന കറണ്ട് IE-യും. അതേപോലെ ഇവിടെ നമ്മളൊരു CS എന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ആണ്. ഓക്കെ, അതേപോലെ ഈ സ്റ്റേറ്ററിനകത്താണ് നമ്മൾ റോട്ടർ ഇരുന്ന് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയാനുള്ളത്. അതേപോലെ നമ്മൾ ഇവിടുത്തെ സ്വിച്ച് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദി ഓക്സിലറി വൈൻഡിങ്. ഇനി ഇതിനകത്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത്, നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഓക്സിലറി വൈൻഡിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹൈലി റെസിസ്റ്റീവ് ഇൻ നേച്ചർ ആയിരിക്കും. അതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ വൈൻഡിങ് എന്ന് പറയുന്നത് ഹൈലി ഇൻഡക്റ്റീവ് ഇൻ നേച്ചർ ആയിരിക്കും. അതേപോലെ നമ്മുടെ ഓക്സിലറി വൈൻഡിങ്ങിനകത്ത് ഫ്യൂ ടേൺസ് വിത്ത് സ്മോൾ ഡയമീറ്റർ വയർ ആയിരിക്കും നമ്മൾ വൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, ഫ്യൂ ടേൺസ് ഓഫ് സ്മോൾ ഡയമീറ്റർ wires are wound as auxiliary winding. ഇനി എന്താണ് നമുക്ക് ഈ ഓക്സിലറി വൈൻഡിങ്ങിന്റെ ഒരു എയിം എന്ന് പറയുന്നത്? ഓക്സിലറി വൈൻഡിങ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഒരു ഫേസ് ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് രണ്ട് ഫ്ലക്സ് തമ്മിൽ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് നമ്മളുടെ റിസൾട്ടന്റ് ഫ്ലക്സ് 0 ആവാതിരിക്കുകയും നമുക്ക് വാല്യൂ, അതായത് നമുക്ക് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയും ചെയ്തുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഫേസ് ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ ഓക്സിലറി വൈൻഡിങ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഇവിടെ നമുക്കൊരു ഫേസർ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വോൾട്ടേജ് ആണ് എന്തെന്ന് പറയുന്നത്? റെഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയാണ് നമ്മളുടെ ഓക്സിലറി വൈൻഡിങ് എന്ന് പറയുന്നത് ഹൈലി റെസിസ്റ്റീവ് ഇൻ നേച്ചർ ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മളുടെ വോൾട്ടേജ്, നമ്മുടെ ഓക്സിലറി വൈൻഡിങ്ങിൽ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് ഒരിക്കലും ഇൻ ഫേസ് ആയിരിക്കത്തില്ല, പക്ഷെ ചെറിയ ഒരു ഫേസ് ഡിഫറൻസ് ആണ്. ഇതിനകത്ത് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് വലുതാണെങ്കിലും ഇത്രയും അധികം ഫേസ് ഡിഫറൻസ് ഒന്നും കാണത്തില്ല. ഇത് വോൾട്ടേജ് ആണെങ്കിൽ ജസ്റ്റ് ഒരു
ചെറിയൊരു സ്ലൈറ്റ് ഡിഫറൻസ് മാത്രമേ നമുക്ക് കാണത്തുള്ളൂ. ഓക്കെ, കാരണം എന്താണ്, നമ്മുടെ ഇത് റെസിസ്റ്റീവ് നേച്ചർ ആണ്. അപ്പം തിയററ്റിക്കലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്നത്, കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജ് ഇൻക്രീസ് ആയിരിക്കണം അല്ലേ. പക്ഷെ ഇവിടെ ഒരു സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ടാവും. അതാണ് കറണ്ട് ഐ എ എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ മെയിൻ വൈൻഡിങ് എന്ന് പറയുന്നത് ഹൈലി ഇൻജക്റ്റീവ് നേച്ചർ ആയതുകൊണ്ട് തന്നെ അതിലേക്കൂടെ പോകുന്ന കറണ്ട് ഐ എം എന്ന് പറയുന്നത് എന്താണ്, ലാഗ് ചെയ്യും അല്ലേ. അതാണ് ഐ എം എന്ന് പറയുന്നത്. ബൈ ആൻ ആംഗിൾ ആൽഫ ഡിഗ്രിയിൽ നമ്മളിത് ലാഗ് ചെയ്യുന്നു. ഓക്കെ, അപ്പോ ഇതിന്റെ രണ്ടിന്റെയും കൂടി റിസൾട്ടന്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഇതിന്റെ രണ്ടിന്റെയും റിസൾട്ടന്റ് ആണ് നമ്മളുടെ കറണ്ട് ഐ എന്ന് പറയുന്നത് ആണല്ലോ. അതായത് ഇതിന്റെ രണ്ടിന്റെയും കൂടെ റിസൾട്ടന്റ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കറണ്ട് ഐ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പോ നമ്മുടെ ടോട്ടൽ സ്റ്റേറ്റർ ഫ്ലക്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ റിസൾട്ടന്റ് കറണ്ട് ഐ കൊണ്ടാണ് നമ്മളുടെ ടോട്ടൽ സ്റ്റേറ്റർ ഫ്ലക്സ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അതെ, മനസ്സിലായോ? നമ്മൾ പറഞ്ഞില്ലേ, നമ്മളൊരു കറണ്ട് ഉണ്ടാവും, ആ കറണ്ട് കൊണ്ടാണ് നമുക്കവിടെ ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞില്ലേ. അതായത് ഇതിന്റെ രണ്ടിന്റെയും കൂടി റിസൾട്ടന്റ് ആയിട്ടുള്ള കറണ്ട് ഐ ആണ് നമുക്ക് സ്റ്റേറ്ററിൽ ഒരു സ്റ്റേറ്റർ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോ this will create a phase difference between the fluxes and the resultant flux produce a rotating magnetic field and the motor starts rotating. അത് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഓക്സിലറി വൈൻഡിങ്ങിന്റെ മെയിൻ എയിം എന്താണ്? ഓക്സിലറി വൈൻഡിങ് uses to start the motor. Auxiliary winding എന്തിനാ യൂസ് ചെയ്യുന്നത്? uses to start the motor by providing അല്ലെങ്കിൽ by creating phase differences between the two fluxes. രണ്ട് ഫ്ലക്സുകൾ തമ്മിൽ ഒരു ഫേസ് ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് വേണം നമ്മളുടെ മോട്ടറിനെ സ്റ്റാർട്ട് ചെയ്യിക്കാൻ. അപ്പൊ അത് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഓക്സിലറി വൈൻഡിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് വൈൻഡിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് യൂസ്ഫുൾ ഇൻ റണ്ണിങ് കണ്ടീഷനിൽ നമുക്ക് ഈ വൈൻഡിങ് കൊണ്ട് യാതൊരു യൂസ്ഫുള്ളും ഇല്ല. പിന്നീട് അല്ലാതെ റണ്ണിങ് കണ്ടീഷനിൽ നമുക്ക് മെയിൻ വൈൻഡിങ് മാത്രമേ ആവശ്യമുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ഓക്സിലറി വൈൻഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം മതിയെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് കളയണ്ടേ? എപ്പോഴാണ് കട്ട് ചെയ്ത് കളയുന്നതെന്ന് വെച്ചാൽ, എപ്പോഴാണോ നമ്മുടെ മോട്ടർ 75 to 80% ഓഫ് സിങ്ക്രണസ് സ്പീഡ് അറ്റൈൻ ചെയ്യുന്നത്, ആ സമയത്ത് എന്താവും? നമ്മുടെ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് എന്ന് പറയുന്നത് ഓപ്പൺ ആവും. ഓപ്പൺ ആയിട്ട് എന്ത് സംഭവിക്കും? നമ്മുടെ ഓക്സിലറി വൈൻഡിങ്ങിനെ നമ്മുടെ മെയിൻ സർക്യൂട്ടിൽ നിന്നും അത് കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നീട് അവിടെ എന്ത് മാത്രമേ കാണത്തുള്ളൂ? മെയിൻ വൈൻഡിങ് മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ മോട്ടർ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു ഫേസ് ഡിഫറൻസ് കൊണ്ടുവന്നതിന് ശേഷം ആ ഫേസ് ഡിഫറൻസ് കൊണ്ട് എന്തുണ്ടാവുന്നു? ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ കറണ്ട് കൊണ്ടാണ് നമുക്ക് സ്റ്റേറ്റർ ഫ്ലക്സ് ഉണ്ടാകുന്നത്. അങ്ങനെ ആ സ്റ്റേറ്റർ ഫ്ലക്സ് കൊണ്ടാണ് പിന്നീട് ഉള്ള ബാക്കി വർക്കിംഗ് എല്ലാം നടക്കുന്നത്. അങ്ങനെയാണ് നമ്മളൊരു മോട്ടറിനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എവിടെ വരെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നു? 75 to 80% ഓഫ് സിങ്ക്രണസ് സ്പീഡ് അറ്റൈൻ. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു സ്പീഡ് ഓഫ് ദി സ്റ്റേറ്റർ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു സിങ്ക്രണസ് സ്പീഡ് ആണ് നമ്മൾ പറഞ്ഞായിരുന്നല്ലേ. അപ്പോൾ 75 to 80% ഓഫ് ദി സിങ്ക്രണസ് സ്പീഡ് സ്റ്റേറ്റർ അറ്റൈൻ ചെയ്തതിന് ശേഷം എന്ത് സംഭവിക്കും? നമ്മുടെ ഇവിടെ കൊടുത്തിരിക്കുന്ന സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ ആവുകയും നമ്മുടെ ഓക്സിലറി വൈൻഡിങ്ങിനെ സർക്യൂട്ടിൽ നിന്നും ഡിസ്കണക്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇനി ഈ ഒരു സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? വെരി സ്മോൾ ആണ് അല്ലേ. ഫേസ് ഡിഫറൻസ് ക്രിയേറ്റഡ് ബൈ ദിസ് മെത്തേഡ് അല്ലെങ്കിൽ ബൈ ദിസ് മോട്ടർ ഇസ് വെരി സ്മോൾ. ഭയങ്കര സ്മോൾ ആയിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇസ് പുവർ. നമ്മുടെ ഫേസ് ഡിഫറൻസ് 4 ആയതുകൊണ്ട് സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. അതുകൊണ്ട് നമ്മളുടെ ഈ ടൈപ്പ് സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് നമ്മൾ ലോ സ്റ്റാർട്ടിംഗ് ടോർക്ക് ആപ്ലിക്കേഷൻസിന് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ലോ സ്റ്റാർട്ടിംഗ് ടോർക്ക്
ആപ്ലിക്കേഷൻസിൽ മാത്രമേ ഇത് നമ്മൾ സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് നമ്മൾ യൂസ് ചെയ്തുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ ലോ സ്റ്റാർട്ടിംഗ് ടോർക്ക് ആപ്ലിക്കേഷൻസിൽ എന്ന് പറയുന്നത്? ഒന്ന് ഫാൻസ്, അതേപോലെ ബ്ലോവേഴ്സ്, ദെൻ ഗ്രൈൻഡേഴ്സ്, പമ്പ്സ് എക്സെട്ര. ഇവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മോട്ടോർ ഏതാണ്? സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് ആണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടൈപ്പ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഷെയ്ഡഡ് പോൾ ഇൻഡക്ഷൻ മോട്ടോഴ്സ്. നമ്മളിവിടെ ഒരു ഷെയ്ഡഡ് പോൾ ഇൻഡക്ഷൻ മോട്ടറിന്റെ ഫിഗർ ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ മറ്റുള്ള സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സിനെ കമ്പയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ മോട്ടറിന് അതിന്റെ കൺസ്ട്രക്ഷനിലും അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിലും വ്യത്യാസമുണ്ട്. വർക്കിംഗ് പ്രിൻസിപ്പിളിൽ വ്യത്യാസം വരുന്ന എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തില്ല? ഓക്സിലറി വൈൻഡിങ്ങിന്റെ പ്രസൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ വർക്കിംഗ് പ്രിൻസിപ്പിളും മാറും. അപ്പോൾ this type of motor does not require any auxiliary winding. Does not require auxiliary windings. അതാണ് ഷെയ്ഡഡ് പോൾ ഇൻഡക്ഷൻ മോട്ടറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഈ മോട്ടറിന്റെ സ്റ്റേറ്ററിന് സാലിൻ പോൾ അല്ലെങ്കിൽ പ്രൊജക്റ്റിംഗ് പോൾ കൺസ്ട്രക്ഷൻ ആയിരിക്കും. ഓക്കെ, അതേപോലെ റോട്ടർ എന്ന് പറയുന്നത് ഇറ്റ് സെയിം ആസ് എ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടർ. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിന്റെ സ്റ്റേറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സിമിലർ ടു സാലിയന്റ് പോൾ ഇൻഡക്ഷൻ മോട്ടർ. ആൻഡ് ഇതിന്റെ റോട്ടർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറിന്റെ കൺസ്ട്രക്ഷൻ ആയിരിക്കും. സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറിന്റെ കൺസ്ട്രക്ഷൻ ആയിരിക്കും. ഓക്കെ, അതേപോലെ നമ്മുടെ സ്റ്റേറ്റർ പോൾ എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റഡ് സ്പെഷ്യലി ടു ക്രിയേറ്റ് റൊട്ടേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റർ പോൾ എന്ന് പറയുന്നത് സ്പെഷ്യൽ ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ക്രിയേറ്റ് റൊട്ടേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡ്. അതുപോലെ നമ്മുടെ ഇവിടുത്തെ പോൾസ് ഇല്ലേ, നമ്മുടെ സ്റ്റേറ്റർ പോളുകൾ എന്ന് പറയുന്നത് രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഷെയ്ഡഡ് പാർട്ടും ഉണ്ട്, രണ്ടെന്ന് പറയുന്നത് എന്താണ്ട് അൺഷെയ്ഡഡ് പാർട്ട്. ഇവിടെ ഈ ബ്ലാക്ക് കളർ കാണിച്ചിരിക്കുന്നതാണ് ഷെയ്ഡഡ് പാർട്ട്, ബാക്കിയുള്ള പാർട്ട് എന്താണ്? അൺഷെയ്ഡഡ് പാർട്ടാണ്. ഓക്കെ, ദിസ് ക്യാൻ ബി ക്രിയേറ്റഡ് ബൈ കട്ടിങ് എ പോൾ ഇൻറ്റു ഈ അൺഈക്വൽ ഡിസ്റ്റൻസ്. ഇവിടുത്തെ ഈ പോളിന്റെ ഇതാണ് നമ്മളുടെ പോളിന്റെ സെന്റർ എന്ന് പറയുക. ഇതാണ് നമ്മുടെ പോളിന്റെ സെന്റർ. അപ്പോ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് കൂടുതൽ, ഇവിടം വരെ, അതായത് അൺഈക്വൽ ഡിസ്റ്റൻസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ നമ്മളൊരു പോള് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനകത്താണ് നമ്മൾ ഷെയ്ഡഡ് ബാൻഡ് വെച്ചിട്ട് നമ്മുടെ ഷെയ്ഡഡ് പാർട്ടും അൺഷെയ്ഡഡ് പാർട്ടും പോളിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ പോളിനകത്ത് നമ്മളിവിടെ ഷെയ്ഡിങ് ബാൻഡായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു കോപ്പർ റിംഗ് ആണ്. ഓക്കെ, അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യമാണ്. നമ്മുടെ ഷെയ്ഡിങ് ബാൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കോപ്പർ റിംഗ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ. കോപ്പർ റിംഗ് ഈസ് പ്ലേസ്ഡ് ഇൻ ദി സ്മോൾ പാർട്ട് ഓഫ് ദി കോർ. ഈ കോപ്പർ റിംഗിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് ഹൈലി ഇൻഡക്റ്റീവ് ഇൻ നേച്ചർ ആണ്. കോപ്പർ റിംഗ് ഓഫ് ഹൈലി ഇൻഡക്റ്റീവ് നേച്ചർ, അതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ദി ഷെയ്ഡിംഗ് റിംഗ് അല്ലെങ്കിൽ ഷെയ്ഡഡ് ബാൻഡ്. ഓക്കെ, the part at which the shading ring is placed is known as the shading part of the pole and the remaining is the unshaded part. നമ്മൾ എവിടെയാണോ ഷെയ്ഡിംഗ് ബാൻഡ് വെക്കുന്നത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഷെയ്ഡിംഗ് പാർട്ട് ഓഫ് ദ പോൾ എന്നും ബാക്കി പോളിന്റെ പാർട്ടിന് നമ്മൾ എന്തെന്ന് പറയും? അൺഷെയ്ഡഡ് പാർട്ട് എന്നും പറയും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ സിംഗിൾ ഷെയ്ഡഡ് പോൾ ഇൻഡക്ഷൻ മോട്ടറിന്റെ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ സ്റ്റേറ്റർ വൈൻഡിങ്ങിനകത്തോട്ട് നമ്മളൊരു ഓൾട്ടർനേറ്റിംഗ് സപ്ലൈ അല്ലെങ്കിൽ സിംഗിൾ ഫേസ് AC സപ്ലൈ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റേറ്റർ കോയിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഒരു ഓൾട്ടർനേറ്റീവ് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഫ്ലക്സ് കൊണ്ട് നമ്മളുടെ ഈ ഫ്ലക്സിൽ സം എമൗണ്ട് ഓഫ് ഫ്ലക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഷെയ്ഡിംഗ് റിംഗുമായിട്ടായിരിക്കും ലിങ്ക് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ കറന്റ് വിൽ ഫ്ലോ ത്രൂ ദി ഷെയ്ഡഡ് റിംഗ്. ഓക്കെ, അപ്പോൾ അക്കോർഡിംഗ് ടു ലെൻസസ് ലോ ദ കറന്റ് പാസിംഗ് ത്രൂ ദ കോയിൽ ഈസ് ഓപ്പോസിറ്റ് ഇൻ നേച്ചർ ആൻഡ് ദ ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ടു ദ കോയിൽ വിൽ ഓപ്പോസ് ദി മെയിൻ ഫ്ലക്സ്. മനസ്സിലായോ? അതായത് നമ്മളൊരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് നമ്മുടെ സ്റ്റേറ്റർ വൈൻഡിങ്ങിനകത്ത് കൊടുത്താൽ അവിടെ ഒരു ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് ഇൻഡ്യൂസ് ചെയ്യും സ്റ്റേറ്റർ കോയിൽ അല്ലേ. അപ്പൊ ആ ഫ്ലക്സ് എന്ന് പറയുന്നതിന്റെ കുറച്ച് ഭാഗം എന്ത് ചെയ്യും? നമ്മളുടെ ഷെയ്ഡഡ്
ഷെയ്ഡിങ് ബാൻഡോ അല്ലെങ്കിൽ ഷെയ്ഡഡ് റിങ്ങുമായിട്ട് ലിങ്ക് ചെയ്യും. അവിടെ എന്തുണ്ടാവും, ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. അപ്പോൾ ഒരു ലെൻസസ് ലോ അനുസരിച്ചിട്ട് അങ്ങനെ ഉണ്ടാവുന്ന കറണ്ട് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഓപ്പോസിറ്റ് ഇൻ നേച്ചർ ആൻഡ് ഫ്ലക്സ് പ്രൊഡ്യൂസ് ഇൻ ദിസ് കോയിൽ വിൽ ഒപ്പോസ് ദി മെയിൻ ഫ്ലക്സ്. ഓക്കെ, അതേപോലെ നമ്മുടെ ഷെയ്ഡഡ് റിംഗ് എന്ന് പറയുന്നത് ഹൈലി ഇൻഡക്റ്റീവ് കോയിലാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ഒപ്പോസ് ദി മെയിൻ ഫ്ലക്സ് വെൻ ബോത്ത് ഫ്ലക്സസ് ആർ ഇൻ ദി സെയിം ഡയറക്ഷൻ ആൻഡ് ഇറ്റ് വിൽ ഇൻക്രീസ് ദ മെയിൻ ഫ്ലക്സ് വെൻ ബോത്ത് ദ ഫ്ലക്സസ് ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഷെയ്ഡഡ് കോയിൽ ഇൻഡക്റ്റീവ് നേച്ചർ ആണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഫ്ലക്സും സെയിം ഡയറക്ഷനിലായിരിക്കുന്ന സമയത്ത്, അതായത് ഷെയ്ഡഡ് പാർട്ടിൽ ഉണ്ടാകുന്ന ഫ്ലക്സും അൺഷെയ്ഡഡ് പാർട്ടിൽ ഉണ്ടാകുന്ന ഫ്ലക്സും തമ്മിൽ സെയിം ഡയറക്ഷനിലാണെങ്കിൽ, അപ്പോൾ നമ്മുടെ ഷെയ്ഡഡ് റിംഗ് എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് ഇൻ നേച്ചർ ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യും. എപ്പോഴാണ് രണ്ട് ഫ്ലക്സസും സെയിം ഡയറക്ഷനിലാണെങ്കിൽ അത് മെയിൻ ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യും. ഇനി നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യും, ഇറ്റ് വിൽ ഇൻക്രീസ് ദി മെയിൻ ഫ്ലക്സ്. അതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞ എന്താണ്, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ റിസൾട്ടന്റ് 0 ആണെന്നാ പറഞ്ഞല്ലേ. ഇവിടെ അങ്ങനെയല്ല, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ മാക്സിമവും അതേപോലെ സെയിം ഡയറക്ഷനിലാണെങ്കിൽ മിനിമം ആയിരിക്കും. സോ ഇറ്റ് വിൽ ക്രിയേറ്റ് എ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദി മെയിൻ ഫ്ലക്സ് ആൻഡ് ദി റോട്ടർ ഫ്ലക്സ്. അപ്പോൾ ഇങ്ങനെ ഒരു മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫേസ് ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, പക്ഷേ ഇങ്ങനെ ഒരു ഫേസ് ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഈ മെത്തേഡിൽ ഉണ്ടാവുന്ന ഫേസ് ഡിഫറൻസ് പറയുന്നത് വളരെ കുറവായിരിക്കും. അതേപോലെ സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ലോ സ്റ്റാർട്ടിംഗ് ടോർക്ക് ആപ്ലിക്കേഷൻസിൽ മാത്രമേ നമുക്ക് ഷെയ്ഡ് പോൾ ഇൻഡക്ഷൻ മോട്ടോഴ്സ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വൺസ് മോർ ഒന്നുകൂടെ പറയാം. നമ്മളുടെ ഈ ഷെയ്ഡഡ് പോൾ ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറയുന്നത് ഇസ് എ ടൈപ്പ് ഓഫ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിന് എന്തില്ല, ഓക്സിലറി വൈൻഡിങ്സ് ഇല്ല. പകരം ഇതിന്റെ സ്റ്റേറ്ററിന്റെ പോൾസിനെ നമ്മൾ ഒരു പകുതിയിൽ കൂടുതൽ പോർഷനിൽ അൺഷെയ്ഡഡ് ആയിട്ടും പിന്നീട് ഒരു പോൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് വേറൊരു കുഞ്ഞു പോളാക്കി മാറ്റിയിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യും, ഒരു കോപ്പർ റിംഗ് അല്ലെങ്കിൽ ഒരു ഷെയ്ഡിംഗ് ബാൻഡ് നമ്മൾ കൊടുക്കും. ആ ഷെയ്ഡിംഗ് ബാൻഡ് എന്ന് പറയുന്നത് എന്താണ്, ഹൈലി ഇൻഡക്റ്റീവ് ഇൻ നേച്ചർ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് സ്റ്റേറ്റർ വൈൻഡിങ്ങിൽ കൊടുത്താൽ അവിടെ എന്ത് സംഭവിക്കും, സ്റ്റേറ്റർ കോയിൽ ഒരു ഓൾട്ടർനേറ്റീവ് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് നമ്മുടെ മെയിൻ ഫ്ലക്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഫ്ലക്സ് നമ്മൾ എന്ത് ചെയ്യും, ഇതാണ് നമ്മുടെ സ്റ്റേറ്റർ വൈൻഡിങ്ങിലൂടെ ഈ പാത്തിൽ കൂടി പോകുന്ന ഫ്ലക്സ് എങ്കിൽ ഈ ഫ്ലക്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഷെയ്ഡിംഗ് ബാൻഡുമായിട്ടും ലിങ്ക് ചെയ്യും. അങ്ങനെ ലിങ്ക് ചെയ്യുമ്പോൾ അവിടെ എന്താ ഉണ്ടാവും, അവിടെ ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അതെന്ന് പറഞ്ഞ് എന്ത് ചെയ്യും, മെയിൻ ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യും ആസ് പെർ ലെൻസസ് ലോ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇനി നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് രണ്ട് ഫ്ലക്സും സെയിം ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത്, അതായത് സ്റ്റേറ്ററിൽ ഉണ്ടാകുന്ന നമ്മുടെ മെയിൻ ഫ്ലക്സും നമ്മുടെ ഷെയ്ഡിംഗ് ബാൻഡിൽ ഉണ്ടാകുന്ന ഫ്ലക്സും സെയിം ഡയറക്ഷനിലാണെങ്കിൽ അവിടെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ റിസൾട്ടന്റ് 0 ആണെന്ന് പറയാം. ഇനി അഥവാ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യും, മെയിൻ ഫ്ലക്സിനെ നമ്മുടെ ഷെയ്ഡിംഗ് ബാൻഡിലുള്ള ഫ്ലക്സ് എയ്ഡ് ചെയ്യും അല്ലെങ്കിൽ ആഡപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു മെത്തേഡ് വഴി ക്രിയേറ്റ് ചെയ്യുന്ന ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഫേസ് ഡിഫറൻസ് ഇസ് വെരി ലെസ് ആയതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും, സ്റ്റാർട്ടിംഗ് കുറവെന്നും പറയുന്നതും ലെസ് ആയിരിക്കും. ഓക്കെ, ലെസ് ആയതുകൊണ്ട് തന്നെ ലോ സ്റ്റാർട്ടിംഗ് ടോർക്ക് ആപ്ലിക്കേഷൻസിൽ മാത്രമേ നമ്മൾ ഷെയ്ഡഡ് പോൾ ഇൻഡക്ഷൻ മോട്ടോഴ്സ് യൂസ് ചെയ്യൂ. ലോ സ്റ്റാർട്ടിംഗ് ടോർക്ക് ആപ്ലിക്കേഷൻസ്. എന്തൊക്കെ സ്റ്റാർട്ടിംഗ് ടോർക്ക് ആപ്ലിക്കേഷൻസ് ആണുള്ളത്, മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ടോയ്സിലാണ്. ടോയ് മോട്ടോഴ്സ്, അതേപോലെ ഫാൻസ്, ബ്ലോവേഴ്സ്, റെക്കോർഡേഴ്സ് എക്സെട്ര. ഇവിടെയൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഷെയ്ഡഡ് പോൾ ഇൻഡക്ഷൻ മോട്ടോഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് ടൈപ്പ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് ആണ്, സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടറും ഷെയ്ഡഡ് പോൾ ഇൻഡക്ഷൻ മോട്ടറും. അപ്പോൾ നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സിലേക്ക് പോവാം.